പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിത് ഉണ്ടാക്കാൻ പോണത് ഒരു അരി കൊണ്ടുള്ള ഒരു അലുവീൻ കേട്ടോ. വലിയ ബുദ്ധിമുട്ടില്ലാത്ത പണിയാണ്. എന്നാൽ സമയം കുറച്ച് പിടിക്കും. സമയത്തിനെ ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് വേഗം അങ്ങോട്ട് പോവാം. നമ്മൾ ഒരു കപ്പ് സാധാരണ പച്ചരിയാണ് കേട്ടോ ഈ അലുവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അത് ആദ്യം തന്നെ എടുത്തു. ഇത് ഇനി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക. 3 മണിക്കൂർ നേരം നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ. നമ്മൾ ഈ പച്ചരി കണ്ട 3 മണിക്കൂർ നേരം വെള്ളത്തിലിട്ടു. ഇനി ഈ വെള്ളം അങ്ങോട്ട് ഊറ്റി കളഞ്ഞിട്ട് ഇതിൽ ഒരു 3 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇത് മിക്സിയിൽ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കരമായിട്ട് അങ്ങോട്ട് നിർത്താണ്ട് കുറേ നേരം മിക്സിയിലിട്ട് കറക്കണ്ട. ഒരു സ്വല്പം നേരം ഭയങ്കരമായിട്ട് അരയണ്ട കേട്ടോ. ഒരു മീഡിയം ലെവലിൽ ഞാൻ കാണിച്ചു തരാം. ഇത് 1/2 കിലോ ശർക്കരയാണ്. ഇത് നമ്മൾ ഉരുക്കണം. നമ്മുടെ ശർക്കര ഉരുക്കിയിട്ടാണ് നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് ഇത് അരിച്ചെടുക്കാം. നമ്മൾ മിക്സിയിൽ അരച്ചു കൊണ്ടുട്ടാ അലുവ ഉണ്ടാക്കുന്നത് ഈ ഓട്ടൂർലിയിലാണ്. ഇതിന് നല്ല അടിക്കാനാണ്, നല്ല കനാണ് ഈ സാധനത്തിന് കേട്ടോ. അപ്പോൾ കന അടിക്കാനുള്ള പാത്രം എടുക്കണം അന്ന് ഉണ്ടാക്കുമ്പോൾ. നമ്മളൊരു അരിപ്പി എടുത്തിട്ട് വീട്ടിൽ നല്ല മറ്റേ തോർത്ത് മുന്നേക്കാളും കനം കുറഞ്ഞ, അതായത് ഓട്ടകൾ കുറഞ്ഞിട്ടുള്ള ഒരു അരിപ്പി എടുക്കുക കണ്ട. അരിപ്പി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സിയിലടിച്ചത് ഒഴിക്കണം. ഈ മിക്സിയിലടിച്ചത് ഇത് കംപ്ലീറ്റ് പോന്നു. എന്നിട്ട് ഇങ്ങോട്ട് പിഴിയുക. ഇത് അരിയുടെ വെള്ളം പോലെയുള്ളതാണ് കേട്ടോ. ഇതിൽ ബാക്കി കണ്ട ഒരു 1/2 കപ്പ് അരി ബാക്കി ഉണ്ടാവും കൊറ്റൻ. ഇത് നമുക്ക് വേണ്ട. ഇതിലേക്ക് നമ്മുടെ അരിച്ച ശർക്കര നീരില്ലേ അതാണ് ഒഴിക്കുക. ശർക്കര നീര് ഇത്തിരി വെള്ളം കൂടുതലായിട്ട് ആക്കണോണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇത് 1.5 നാളികേരത്തിൻ്റെ 2ാം പാലാണ്. ഈ 2ാം പാൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം 1ാം പാല്, അതായത് 1.5 നാളികേരം എടുത്തിട്ട് അത് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാണ്ട് നമ്മൾ പൊടിക്കുന്ന ജാറിൽ മിക്സിയുടെ അതിൽ പിഴിഞ്ഞെടുക്കും. അത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ പീരയിൽ നമ്മൾ 3 കപ്പ് വെള്ളം ഒഴിക്കും. 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പാലാണ് ഈ 2ാം പാല് കേട്ടോ. അത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം. ഇനി ഇത് നമ്മൾ നന്നായി ഇളക്കിയിട്ട് അടപ്പത്ത് വയ്ക്കാൻ പോകുന്നു. നമ്മുടെ ഈ കൂട്ടില്ലേ ഇത് അടപ്പത്ത് വെച്ചു കേട്ടോ. ഇതിലിപ്പോൾ 3 സാധനങ്ങളാണ് ചേർത്ത് പോകുന്നത്. 2ാം പാല്, നാളികേരത്തിൻ്റെ 2ാം പാല്, പിന്നെ ശർക്കര നീര്, പിന്നെ അരിരി നീര് കേട്ടോ. ഇതിപ്പോൾ 3ഉം നല്ല വെള്ളങ്ങളാണ്. വെള്ളത്തിലാണ് നമ്മുടെ ഈ അലുവ പണിയുന്നത് കേട്ടോ. ഇളക്കുമ്പോഴുള്ള ശബ്ദം കേൾക്കാനൊരു രസമല്ലേ. ഇതിലേക്ക് നമ്മൾ ഒരു നുള്ളു ഉപ്പിടുക കണ്ട. അധികം ഉപ്പെടുത്ത് ഇടരുതിട്ടാ. ഈ അടപ്പത്ത് വെച്ചിട്ട് കുറേ പേര് ഇങ്ങനെ ഒഴിക്കുന്ന ഓരോന്നോരോന്ന് ചേർക്കുക എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി ഉണ്ട്. അതുകൊണ്ട് എന്നിട്ടൊരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിപ്സ് ഒന്നല്ല കേട്ടോ, ഇതിലുള്ള കാര്യമാണ് പറയുന്നത്. ഇത് ഇപ്പം നമ്മൾ അരി ഇതിലേക്ക് ആക്കി അത് കഴിഞ്ഞിട്ട് ശർക്കര നീരൊഴിച്ചു. അപ്പോഴേക്കും ഈ ശർക്കര നീരൊഴിക്കുമ്പോഴേക്കും ഉള്ള അടിയിൽ തീ കത്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് അരിയൊക്കെ ഇതിൻ്റെ ഉള്ളിലത്തെ കട്ടയായിട്ടുണ്ടാവും, ചെറിയ ചെറിയ കട്ടകളായിട്ടുണ്ടാവും. അപ്പോൾ ശർക്കര നീര് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല. അതുപോലെ ഈ നാളികേരം പാല് ഇതും കയറില്ല, കട്ടകളായിട്ട് എടുക്കും. ചിലപ്പോൾ നമ്മൾ അലുവ കടിക്കുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കട്ടകളുണ്ടാവും. അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്നും ഉണ്ടാവില്ല, വെറും അരി കടിക്കുന്ന പോലെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ 3 സാധനങ്ങൾ ആദ്യം തന്നെ കലക്കി സെറ്റാക്കിയിട്ട് അടപ്പത്തി വയ്ക്കുന്നത് കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്ത് തുടങ്ങി കേട്ടോ. കട്ടി കൂടി തുടങ്ങിയില്ലേ ചെറുതായിട്ട്. നമ്മളിത് അടപ്പത്ത് വെച്ചത് കറക്റ്റ് 2 മണിക്കിന് കേട്ടോ. മീഡിയം ലെവലിലാണ് തീ കത്തിക്കാൻ പാടുള്ളൂ കേട്ടോ. വല്ലാണ്ട് തീ പറപ്പിച്ച് കത്തിക്കരുത്. ഇപ്പം ഇത് നന്നായി തിളക്കിണ്ട്. അപ്പോൾ ഇതിലേക്ക് 100 ഗ്രാം ബട്ടർ അത് ഇതിലേക്കാണ്ട് ചേർക്കാം. നെയ്യലാട്ടാ ബട്ടർ. ഇതിപ്പോൾ ഇതിൽ കിടന്നാലിയും കണ്ട
കട്ടി കൂടി തുടങ്ങി. ജഗുണ് ഇളക്കണം കേട്ടാ. എങ്ങനെയുണ്ട് ഇളക്കാൻ? നല്ല സുഖ. ഇങ്ങനെ വെറുതെ വട്ടം ചുറ്റിയ കാര്യമില്ല. അച്ഛൻ ഇളക്കുന്നത് കണ്ടിട്ട് പഠിക്കണ. ഈ മരക്കൈയിലുണ്ടാലും ഇങ്ങനത്തെ കൊണ്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിയല്ല കേട്ടോ. ഇങ്ങനത്തെ ചട്ടക്കം തന്നെ വേണ്ടതില്ല കേട്ടോ ഇളക്കാനായിട്ട്. സൗണ്ട് ഉണ്ടാവും, സൗണ്ട് കാര്യമൊക്കെ ഉണ്ടാവും. മനസ്സിലായ? നമുക്ക് സാധനം നല്ല വൃത്തിയിൽ കിട്ടുക എന്നുള്ളതാണ് കാര്യം. ഇതിൻ്റെ അടിയിലല്ലെങ്കിൽ പിടിക്കും. കുറഞ്ഞു തുടങ്ങി, അളവ് കുറഞ്ഞു തുടങ്ങി. കണ്ട അത്രയ്ക്കായി. 35 മിനിറ്റ് കഴിഞ്ഞിട്ടാ. നമ്മളിപ്പോൾ അത് അടപ്പത്ത് വെച്ചിട്ട് 50 മിനിറ്റ് ആയിട്ടാ. ഇളക്കണം. സരിതപ്പോൾ കൊണ്ടു തോന്നതേ ഏലക്കായില്ലേ, ഒരു 10 ഏലക്കായ. എത്ര ഏലക്കായ പിടിച്ചു? 10 ഏലക്കായ. ഒരു എത്ര ടീസ്പൂൺ പഞ്ചസാര ഇട്ടു? ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചു പോകണ സാധനമാണ്. അത് ഇതിലേക്ക് ഇടാൻ പോകണം. അപ്പം അതായിരിക്കും ഇരുന്നു കേട്ടാ. ഈ സാധനം കണ്ട നമ്മുടെ കൊറ്റൻ, അതായത് അരി അരച്ച് ഉണ്ടാക്കിയിട്ടുള്ള ബാക്കിയുള്ള അങ്ങനെ അരിച്ചിട്ടുള്ള കൊറ്റൻ ഇത് നമുക്ക് വേണ്ട. ഈ സാധനേ നമ്മുടെ പെങ്ങളെ കല്യാണം കഴിഞ്ഞത് 1994. അപ്പോൾ അളിയൻ ഗൾഫിലാണ് കേട്ടോ. അളിയനെ ആദ്യമായിട്ട് ഇപ്പോൾ ഇവിടുന്ന് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഗൾഫിൽ പോവില്ല. ഗൾഫിൽ പോകുമ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ഭാര്യ വീട്ടുകാരെ, അതായത് പെങ്ങളുടെ ഇവിടുന്ന് എന്തെങ്കിലും കൊടുത്തയക്കില്ല പലഹാരം. അപ്പോൾ അമ്മ നിർദ്ദേശിച്ചു അരിയലുവി ഉണ്ടാക്കി കൊടുത്തയക്കാന്ന്. അങ്ങനെ അന്ന് 2 ഇടങ്ങഴി 3 ഇടങ്ങഴിയുണ്ട് അലുവി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അത് മുഴുവൻ കൊടുത്തയക്കാനല്ല കേട്ടാ, അത്രക്ക് ഉണ്ടാക്കിയാലാണ് അളിയന് കൊടുത്തയക്കാൻ ഉള്ളത് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അലുവി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അമ്മ ആ സമ്മതിച്ചു, കുഴപ്പമില്ല. അന്ന് വീടിൻ്റെ അവിടെ ചായ്പുണ്ട്. ആ ചായ്പിൽ വിറക് കത്തിച്ചിട്ട് അലുവി ഉണ്ടാക്കുന്ന പരിപാടിയാണ് അന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ എന്താ ചെയ്ത, ഈ അരി വെള്ളത്തിലിട്ടിട്ട് അമ്മ അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇത് കൊണ്ടുപോയി പൊടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സഞ്ചിയിലാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വേറെ രീതിയിലാണ് ഉണ്ടാക്കാൻ പോണത് എന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിൽ വലിയൊരു ആട്ടുകല്ലുണ്ട്. നമ്മുടെ പശുവിനൊക്കെ പരത്തി ഗുരു ഇതൊക്കെ അരയ്ക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇഡ്ഡലിയും ദോശയ്ക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു വലിയ ആട്ടുകല്ല് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉണ്ട് അത്. ആ സാധനത്തിൽ ഞാൻ ഈ അരി ആട്ടി കംപ്ലീറ്റ് ആട്ടിയിട്ട് ഇതേപോലെ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ആട്ടിയത് ഇതുപോലെ തോർത്ത് മുണ്ടിൽ പിഴിഞ്ഞെടുത്തു. അതിൻ്റെ വെള്ളം ഈ കൊറ്റല്ലേ, ഈ കൊറ്റ അരച്ചത് ചേട്ടൻ അരിച്ചു വെള്ളം പോലെ ഇതിൽ കാണിച്ച പോലെ. ഈ കൊറ്റൻ ലോഡുണ്ടായിരുന്നു, അതായത് പകുതിയേക്കാളും കൂടുതലുണ്ടായിരുന്നു. ഈ സാധനം കളയാൻ പോയിപ്പോൾ അമ്മ ഇതെന്തിട്ട് കാട്ടിക്കൂട്ടെന്ന് ചോദിച്ചു. അമ്മീൻ്റെ പിന്നെ വലിയേച്ചിൻ്റെ 3ാമത്തെ ചേട്ടൻ്റെ എന്നെ ഹെൽപ്പറായിട്ട് ഇവിടുത്തെ ജോബിൻ്റെ ജഗുവിൻ്റെ കൂട്ടുകാരൻ, അവൻ്റെ പപ്പ എന്നെ ഹെൽപ്പ് ചെയ്യാനുള്ളത്. എന്നിട്ട് ഞാൻ ഇത് കളയാനായിട്ടുള്ള പരിപാടിയിൽ എടുത്ത വഴിക്ക് അമ്മ സമ്മതിച്ചില്ല, ചീത്ത പറഞ്ഞു. അവരെന്താ ചെയ്തേ, കുറച്ചരിയും കൂടി വെള്ളത്തിലിട്ടിട്ട് ഈ അലുവൻ്റെ ഉണ്ടാവില്ല അവിടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ബഹ്റൈനിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, പൊളിഞ്ഞ് പരിപാടി. എന്നിട്ട് വെള്ളം കുറുക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇത് എവിടെ നടപ്പില്ല കാര്യം. അലുവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ട ചെറുതായിട്ട് കടിക്കുന്ന ടൈപ്പ് അലുവയാണല്ലോ. വേഗം തന്നെ അരി വെള്ളത്തിലിട്ട് ഈ സാധനം കൂടി കൂട്ടിയിട്ട് അവർ അത് കൊണ്ടുപോയി പൊടിപ്പിച്ചു കൊണ്ടു. അഞ്ചേരി അവിടെ കൊണ്ടുപോയി പൊടിപ്പിച്ചു കൊണ്ടിട്ട് അവർ ശർക്കരയും ഇതൊക്കെ വാങ്ങിച്ചിട്ട് അവർ അലുവ ഉണ്ടാക്കി. ആ സമയം ഞാൻ നാളികേരം പാലൊക്കെ പിഴിഞ്ഞ് നമ്മുടെ രീതിയിലുള്ള പരിപാടി ഇവിടെ ഉണ്ടാക്കി തുടങ്ങി. അവർ പറഞ്ഞത് കട്ടയാവില്ല. അവർ പറഞ്ഞത് ഈ സാധനം കട്ടയാവില്ല. അങ്ങനെ 2 അലുവയും തയ്യാറായിപ്പോൾ ഈ സാധനം കഴിച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കി ഇതല്ലട്ടാ, ഞാൻ ഉണ്ടാക്കിയ സാധനം കഴിച്ചിട്ട് പിന്നെ മറ്റേക്ക് ആളുകൾ തിരിഞ്ഞു നോക്കണില്ല. അത്രയ്ക്കും ഗംഭീരമായിട്ട് ഇതാണ് ഒരു കമന്റ്. എനിക്ക് അത് ഓർമ്മയില്ല.
അലിഞ്ഞു പോണ സാധനം, അലിഞ്ഞു പോവാ, അത്രയ്ക്ക് ടേസ്റ്റ്. ഈ സാധനം ഗൾഫിലേക്ക് കൊടുത്തയച്ചു. പക്ഷെ ഈ സാധനം ഗൾഫിലേക്ക് കൊടുത്തയച്ച് ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റേക്ക് പയറ്റിയിട്ട അതും അവൻ വെടുപ്പായി പോയി. ആ സാധനം അതില്ല, അത് വേറെ കാര്യം. നമ്മുടെ വീട്ടിൽ ഒന്നും ബാക്കി വരുന്ന കളയേണ്ടി വരില്ല. ഈ അളിയൻ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ലേമറഡിയൻ ഹോട്ടലുണ്ട് ബഹ്റൈനിൽ, അവിടെയാണ് ജോലി ചെയ്യുന്നത്. അവിടുത്തെ ഈ മാനേജറുണ്ട്, അയാൾ ലോകത്തിലത്തെ ഒരുവിധം എല്ലാ ഫുഡുകളും കഴിക്കുന്ന ആളാണ്. അയാൾക്ക് ഈ സാധനം അളിയൻ ഒരു കഷ്ണം കൊണ്ട് കൊടുത്തപ്പോൾ അയാൾ ആനന്ദ നൃത്തമാടി എന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് അളിയൻ. ഞാനതിന് വലിയ വാക്കിലാണ് കൊടുക്കാണ്. ആള് അന്ന് നമ്മളെ പാടത്ത് നമ്മുടെ മിറ്റത്ത് തന്നെയുള്ള കണ്ടത്തിലത്തെ നെല്ലുകൊണ്ടിറങ്ങി നമ്മൾ അലുവി ഉണ്ടാക്കിയിട്ടാണ്. അന്ന് മായങ്ങളില്ല, അതന്നെ ടേസ്റ്റ് കൂടുതലായിരിക്കും, ഇന്ന് അത്രയ്ക്ക് ഒക്കില്ല. അങ്ങനെ എൻ്റെ അലുവയ്ക്ക് വലിയൊരു ചരിത്രം പറയേണ്ടത്. അവിടെ പോലും ഗൾഫിൽ പോലും ഫേമസ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ അരി കടിക്കുന്ന ടൈപ്പ് കറുത്ത അലുവ ഉണ്ട് കേട്ടോ, വേറെ അരി അലുവ, അത് വേറെ, അത് പ്രസവത്തിന് അല്ല. അതുണ്ടാക്കും, അത് അമ്മ അവരുണ്ടാക്കിയില്ലേ, അമ്മ ഉണ്ടാക്കിയ അവരുണ്ടാക്കിയ അലുവ നമ്മുടെ സാധാരണ പണ്ട് കാലങ്ങളിൽ വീട്ടിലുണ്ടാക്കും. അതൊരു പ്രത്യേക ടേസ്റ്റ് അരി ഇങ്ങനെ അരി ചെറുതായിട്ട് കടിക്കും. അതാണ് ഒരുവിധം നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളത് കൂടുതൽ. ഈ സാധനം നമ്മുടെ വീട്ടിൽ പണ്ടുണ്ടാക്കായിരുന്നു. ഇത് ഈ വയറ് കാണാൻ പോണ പെണ്ണുങ്ങളില്ലേ, വയറ് കാണാനായിട്ട് നമ്മൾ പോവില്ല, പ്രസവിക്കാറാവുന്ന ടൈമില് അല്ലാണ്ട് നമ്മള് ഗർഭിണികളെ ചടങ്ങുണ്ട്, കാണാൻ പോലോ. ആ ചടങ്ങിന് ഈ അലുവ കൊണ്ടുപോവുക. ഈ അലുവ കടലാസിലൊക്കെ കെട്ടിപ്പോയി കഴിഞ്ഞാൽ അമ്മേരൊപ്പം പോകും. നമ്മളൊക്കെ പോയിട്ടുണ്ട്, കുറെ 2-3 വട്ടം പോയത്. എന്തിനാ പോണത്, എന്തിനാ അവരെ ബന്ധുക്കളെ അറിഞ്ഞാൽ ആ ഈ പ്രസവിക്കാറായ പെണ്ണിനെ കാണാനല്ല, എന്തിനെന്നറിയോ, ഇവിടെ നമുക്ക് അലുവേറെ കഷ്ണമൊന്നും കിട്ടില്ല, എല്ലാം കെട്ടിപ്പോഞ്ഞ് കൊണ്ടുപോലോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ കൊണ്ടുപോണ സാധനത്തിൽ നിന്ന് അവർ ചായക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചായക്ക് ഇത് മുറിച്ച് കഷ്ണങ്ങളായിട്ട് കൂടുതലായിട്ട് വെച്ച് തരും. അപ്പം അതിൽ നിന്ന് നല്ല നീക്കാം. ആ ഒരൊറ്റ ആഗ്രഹത്തിലും പൂതിയിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ പോയി കുറെ വട്ടം പോയിട്ടുണ്ട് കുറെ സ്ഥലങ്ങളിലേക്ക്. അതങ്ങനെ ഒരു വയറ് കാണാൻ പോവല്ലായിരുന്നു അപ്പൊ ചേട്ടന്റെ മെയിൻ ഹോബി അല്ല. കുറെ പേര് ഇത് അമ്മേരപ്പം പോവും, അങ്ങനെ ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഇതാ പറയാ 1 മണിക്കൂറായിട്ടല്ലോ കട്ടിയിലേക്ക് കടന്നൂലേ, കണ്ട. ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോണത്, ഇപ്പൊ നമ്മള് 1 മണിക്കൂറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് 1.5 നാളികേരത്തിന്റെ പാലാണ്, 1.5 നാളികേരത്തിന്റെ 2-ാം പാൽ എടുത്ത് ഇതിൽ ഒഴിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ 1-ാം പാല് ഇത് നമ്മൾ പൊടിക്കുന്ന ജാറിൽ മിക്സിയിൽ അതിൽ ഒരു തുണ്ട് വെള്ളം പോലും ഒഴിക്കാണ്ട് എടുത്താണ്. കാണില്ലേ, 1.5 നാളികേരത്തിന്റെ 1-ാം പാല് ഇത്രയ്ക്കുള്ളോ, അല്ലാണ്ട് മറ്റേ ജാറിൽ അരച്ച കിട്ടില്ല, അതിൽ വെള്ളം ഒഴിക്കേണ്ടി വരും. ഈ സാധനം നമ്മള് ഇത്രയ്ക്ക് കട്ട് ചെയ്യുമ്പോ കേട്ടാ ഇതിലേക്ക് ഒഴിക്കിന് കേട്ടാ, നല്ല പാലിന്റെ കട്ടിയല്ല. പാലില് വെള്ളം ചേർത്ത് അടിക്കാത്തത് അല്ല, പാലിലേ നാളികേരത്തില് വെള്ളം ചേർത്ത് അടിക്കാത്തതിന്റെ കാരണം എന്താ, അത്രയ്ക്കും കൂടി നമ്മള് വറ്റിക്കാൻ കഷ്ടപ്പെടണേ. അത് മാത്രല്ല, അതിന്റെ ഒരു വെള്ളം ഒരു പച്ച ചൊവ നിൽക്കും, അതില്ലാണ്ടിരിക്കാനാണ് കേട്ടാ. കേട്ടാ തുടച്ചൊഴിക്കാം, അമ്മ കണ്ടു കഴിഞ്ഞാൽ പറയും തുടച്ചു വടിച്ചൊഴിക്കാൻ പറയും. ഇപ്പൊ നമ്മുടെ 1-ാം പാലും അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞു കേട്ടാ. ഇനി നമ്മളെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു ദൗത്യം മാത്രമാണ് നമ്മുടെ ഇതിലേക്ക് കൊടുക്കുന്നത്. ഞാൻ അങ്ങനെ എൻ്റെ ഇളക്കലിൻ്റെ ഇത് സരിതയ്ക്ക് കൈമാറിയാണ്. ഞാൻ അറിഞ്ഞില്ലല്ലോ. മൈക്ക് കൈമാറിയാണ് അടുത്ത ആൾക്കെന്ന് പറയില്ലേ, അതുപോലെ സരിതയ്ക്ക് കൈമാറുന്നു കേട്ടാ. ഇനി സരിത കുറച്ച് നേരം ഇളക്കട്ടെ, ഞാൻ ക്യാമറ ചെയ്യാം. അത് ഉണ്ടാക്കുന്ന ആൾക്ക് ഇളക്കാനായിട്ട് ഒരു പ്രത്യേക ഒരു താല്പര്യം കൂടും. നമുക്ക് സരിതനോട് ഒരു പാട്ട് പഠിപ്പിച്ചാലോ? അതെ, ഇവിടെ നിന്നിട്ട് പാട്ട് പാടുമ്പോഴേ ഇപ്പൊ എത്ര അകലെയാണ് ക്യാമറ വെച്ചാണ്, അപ്പൊ ശബ്ദം അതിന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇങ്ങനെ വൈഡായിട്ട് കിടക്കുന്ന സ്ഥലല്ലേ, പിന്നെ ഈ കാറ്റിന്റെ ശബ്ദം, കിളികളുടെയും കാക്കയുടെ ഒക്കെ ശബ്ദം, ഇനി ഇളക്കണ ശബ്ദം, ഇതൊക്കെ വരുമ്പോ പാട്ട് രസമുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് പാടി കഴിഞ്ഞിട്ട് പിന്നെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് പാട്ട് ശരിയാവാണ്ട് കാണുമ്പോൾ നമ്മള് ഡബ് ചെയ്യണം. ആ സമയത്ത് പാട്ട് പാടണം. അപ്പൊ ഈ ചുണ്ടനങ്ങണത് നോക്കി കറക്റ്റ് നോക്കി പാടുമ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തിനാ ഇതിന് പോണേ? അപ്പൊ ഇങ്ങനെ ഇളക്കണേന്റെ പശ്ചാത്തലത്തിൽ എന്റെ പാട്ട് ഇങ്ങനെ വന്നാ പോരെ, ഞാനിപ്പോ പാടുന്ന കാണിക്കണ്ടല്ലോ. ഇത് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഇപ്പൊ നമ്മൾ 1 മണിക്കൂറായി. അപ്പൊ ഇനി സരിതനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാം. ഇതാവണതിനനുസരിച്ച് പശ്ചാത്തലത്തിൽ സരിതയുടെ ഗാനം.
ചന്ദനമുളയോ ചന്ദ്രിക തെളിയോ തെന്നലോ മീനു കുളിരേകി വെണ്ണ നെയ്യമൃതോ കണ്ണന്റെ വിരുദോ നിന്നുടലീ വിധം മൃദുവാക്കി പറയുമോ മനോഹരി ഉഷസോ സന്ധ്യയോ സുന്ദരി ഓമനേ നീ ഉണരുമ്പോഴോ ഉറങ്ങുമ്പോഴോ സുന്ദരി ഉഷസോ സന്ധ്യയോ സുന്ദരി ഇപ്പോൾ വല്ലാണ്ട് അളവ് കുറഞ്ഞു കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞ് ഇതിൽ കിടന്ന് ഓടി നടക്കും സാധനം. അപ്പോൾ നമ്മൾ 1.5 മണിക്കൂറായിട്ടാ ഇളക്കി തുടങ്ങിയിട്ട്. ഇളക്കി തുടങ്ങിയില്ല, ഇത് പാചകം ചെയ്ത് തുടങ്ങിയിട്ട്. ഇതിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിന്ന് ചേർക്കില്ല കേട്ടോ. അത് ചേർക്കണേ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ചേർക്കണില്ല കേട്ടോ. കേട്ടോ ഇതിൽ കിടന്ന് ഓടി തുടങ്ങി. ഇനി അടിയിൽ പിടിക്കുന്നില്ല ഇങ്ങനെ കേട്ടോ. ഇളക്കണം, എന്നാലും അടിയിൽ പിടിക്കില്ല, ഇളക്കണം. അതെ ഞാൻ ഇങ്ങനെ കിടന്ന് ഇങ്ങോട്ട് ടിസ്റ്റ് അടിച്ച് തുടങ്ങി കേട്ടോ. കേട്ടാ ഒഴുകി നടന്ന് തുടങ്ങി. ഇതിൽ വെറുതെ ഇങ്ങനെ നമ്മൾ കാണിക്കുക വേണ്ട, എന്നാലും നമ്മൾ അടിയിൽ ഇളക്കണം. ഇങ്ങനെ ഇളക്കണം കേട്ടോ. ഏ നമ്മുടെ നെയ്യൊക്കെ നന്നായി തെളിഞ്ഞു വന്നു കേട്ടോ. നെയ്യ് നമ്മുടെ ഇതിലത്തെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ കറക്റ്റ് 1 മണിക്കൂർ 40 മിനിറ്റ്. ഇനി നമുക്കിതൊരു നമ്മുടെ പരമ്പരാഗതമായ രീതിയിൽ ഒരു കിണ്ണത്തിലേക്ക് ആക്കാം. തള നിന്നിട്ടില്ല, അത് ഉരുളിയിൽ ചൂടുകൊണ്ടിരുന്നു കേട്ടോ. നമ്മൾ അലുവ ഇതിലേക്ക് ഇടുന്നു കേട്ടോ, കിണ്ണത്തിലേക്ക്. ഒരു കുഞ്ഞു കിണ്ണത്തിലേക്ക് കഷ്ടി ഉണ്ടാവുള്ളൂ അല്ലേ ചേട്ടാ? ഇതിലേക്ക് പരത്താനുള്ളത് ഉണ്ടാവോ? മുക്കാലില്ല. അപ്പൊ ഭയങ്കര നല്ല ഭംഗിയുള്ള കഷ്ണാക്കേണ്ട പാത്രമല്ല നമ്മുടെ ചേട്ടാ. വാഴലോണ്ടല്ലേ ഇത് പരത്താറ്? വാഴലോണ്ട് പരത്താം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പരത്തുന്നത്? ഇത് കുറച്ച് സമയം പിടിക്കൂട്ടാ, ഉറച്ച് നല്ല കട്ടായിട്ട് നാളെ തീയുള്ളോ. അണ്ടിപ്പരിപ്പൊക്കെ വെച്ച് വേണമെങ്കിൽ അലങ്കരിക്കാം. അണ്ടിപ്പരിപ്പ് ഞാൻ ഇടുന്നില്ലെന്ന് പറഞ്ഞു. കുറച്ച് കഷ്ണാക്കി എടുക്കാൻ പറ്റണെങ്കിൽ നാളെ തീയാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഇതിൽ ചിരണ്ടി എടുക്കുന്ന പരിപാടി ഉണ്ട്. ചിരണ്ടി എടുത്തിട്ട് നോക്കിയാൽ ഈ ചട്ടകല്ലേ ചൂടൊക്കെ ഉണ്ട്. പക്ഷെ അയ്യോ, എനിക്ക് കാണുമ്പോ പൊള്ളാണ പോലെ തോന്നാ. പൊക്കി പറയില്ല കേട്ടാ, ഗംഭീര ടേസ്റ്റാ. അലുവിക്ക് അരിയലുവിക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടോ? ഒന്നുകൂടി ചേട്ടണ്ട. ചൂടാർക്ക ചേട്ടാ. സാരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയായിട്ടത്. അവളുടെ അവകാശമാണ് ഞാൻ കവർന്നെടുക്കുന്നുട്ടാ. ചൂടാറിട്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല, എനിക്കിതുപോലെ കഴിക്കാൻ പറ്റില്ല. കഴിഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഞാൻ ഇങ്ങനെ തിന്നുണ്ടിട്ടാ, ഇങ്ങനെ തിന്നെടുത്ത് കൊണ്ട് എതിർപ്പൊന്നും ഇല്ലായിരിക്കും, കുഴപ്പമില്ല. അല്ല ചിലപ്പോൾ ഇങ്ങനെ പറയാം ടീസ്പൂണോട് കോരി ഇവിടെ ചോദിക്കും. അപ്പൊ ഇങ്ങനെ തിന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.